നമ്മുടെ കുട്ടികൾ വിശക്കണ ഉമ്മ എന്ന് പറയുന്ന ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാതെ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡുകളെല്ലാം കോണാകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതെല്ലാം റൗണ്ടിൽ ഇതിന് ചുറ്റും വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം 3 മുട്ട എടുത്തിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഇതിൻ്റെ മേലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മേലോട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ മേലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് സവാളയും കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് ടൊമാറ്റോയും കൂടി ഇതിൻ്റെ മേലേക്ക് ഇടാം. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇട്ടില്ലെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചിക്കനും ഇടാം കേട്ടോ. അങ്ങനെ ചിക്കനും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലോട്ട് കുറച്ച് ചീസും കൂടി വെച്ചിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. 2 മിനിറ്റിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. സെർവ് ചെയ്യുമ്പോഴത്തേനും സ്ലൈസ് ആയിട്ട് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.